നമ്മളിപ്പോ ഈ അയോധ്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും മനസ്സിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ അയോധ്യ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ ഓർമ്മ വരിക? രാമക്ഷേത്രം അല്ലെ? രാമക്ഷേത്രം, അതുപോലെ കൃഷ്ണന്റെ ഒരു ഒരു അല്ലെ ഒരു ഇടം എന്നുള്ള രീതിക്കാണ് നമുക്കത് മനസ്സിലാവും. രാമൻ, കൃഷ്ണൻ എല്ലാം കൂടി എല്ലാരും രാമന്റെ വേറൊരു വേർഷൻ ആണല്ലോ നമ്മുടെ കൃഷ്ണൻ. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നമുക്കൊക്കെ മനസ്സിലോട്ട് വരുന്നത്. അപ്പൊ കൃഷ്ണൻ അല്ലെങ്കിൽ രാമൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു വിഗ്രഹങ്ങളില് ആഭരണങ്ങള്, അതുപോലെ അലങ്കരിച്ചിരിക്കുന്ന മറ്റു വസ്തുക്കളെല്ലാം, അപ്പൊ പട്ടുകള്, ഇതൊക്കെ നമുക്ക് നമ്മളെ ഓരോ ആചാരപ്രകാരം നമുക്ക് ഓരോ വഴിപാടുകൾ എന്ന രീതിക്കൊക്കെ നമ്മൾ ചേർത്തുന്നതാണ്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നെയ്ത്തുകാരെന്ന് പറയുന്നത് ഒരു മുസ്ലിം വിഭാഗം ആൾക്കാരാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഒരു വിമർശനം വന്നിരിക്കുന്നത്, ഇങ്ങനെ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു നെയ്ത്തുകാരെ മാറ്റണം, അല്ലെങ്കിൽ അവർ ശുദ്ധിയോടുകൂടി അല്ല ഇത് ചെയ്യുന്നത്, അപ്പൊ ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ് ഇത് എന്നുള്ള കാര്യത്തിൽ അവരെ മാറ്റി നിർത്തണം എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വിഭാഗം അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, പക്ഷെ ഒരു വിഭാഗം ഈ ക്ഷേത്രത്തിനകത്തുള്ളവർ തന്നെ അതിനെ അനുകൂലിക്കുന്നവരാണ്. മാറ്റരുത് എന്ന് പറയുന്നവരും ഇതിനകത്തുള്ളവർ തന്നെയാണ്. അപ്പൊ രണ്ടു തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. എന്തുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ പശുക്കളെ ആണെങ്കിലും ഇവരൊന്നും അതിന്റേതായ റെസ്പെക്റ്റോട് കൂടി കാണുന്നില്ല. ഈ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മോദി സർക്കാർ എപ്പോഴും പറയുന്നത് പശുക്കൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം. പശുപഠനം വരെ നമ്മളിപ്പോ സ്കൂളുകളിൽ നടപ്പാക്കണം എന്ന് പറയുന്ന ഒരു സർക്കാർ കൂടിയാണ്. അപ്പൊ അവര് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറയുന്ന കാര്യമാണ് ഈ പശുക്കൾക്ക് പോലും ആരാധന കൊടുക്കാത്ത ഒരു വിഭാഗമാണ് ഈ മുസ്ലിംസ് എന്ന് പറയുന്നത്. അപ്പോ ആരാധന കൊടുക്കാത്തൊരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇങ്ങനെ അവര് ശുദ്ധിയോടുകൂടിയല്ല എന്താ പറയാ, അവരുടെ ഒരു ആചാരങ്ങളും ഒക്കെ അങ്ങനെയാണല്ലോ അവര് കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെയല്ല. അപ്പൊ അതൊക്കെ ഒരു അശുദ്ധിയായിട്ട് മാറും എന്നുള്ളൊരു രീതിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതെ, യഥാർത്ഥത്തില് നമ്മള് കുറച്ച് ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാര്. അപ്പം ഈ ഒരു അയോധ്യ രാമക്ഷേത്രം 1 വർഷത്തിലേറെയായി ഇപ്പൊ സ്ഥാപിച്ച് കഴിഞ്ഞിട്ട്. അപ്പം അവിടെ എന്താണോ അവിടെ ട്രഡീഷൻ ആയിട്ട് നടക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പം കുറച്ചു പേരുടെ ഒരു കുലത്തൊഴില് എന്ന് പറയുന്നത് അതാണ്, അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു എന്താ പറയാ വെല്ലുവിളിയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ. അതെ, മാത്രമല്ല അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തൊഴിലാണ്, അവർക്ക് വരുമാനം കിട്ടുന്നത് അതിലൂടെയാണ്. ഈ രാമക്ഷേത്രത്തിൽ ഇപ്പൊ നിരവധി സന്ദർശകർ എത്തുന്നുണ്ട്. അപ്പം അവരുടെ നമ്മൾ ഈ സന്ദർശനത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആരാധനയായിട്ടായിരിക്കും അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ പോലും അതിന്റെ അപ്പുറത്തേക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാൻ, ഇല്ലെങ്കിൽ ആ പട്ടിന്റെ ഭംഗി കാണാൻ, അവർ ചെയ്ത ഭംഗി കാണാൻ, അവരുടെ ശില്പങ്ങൾ കാണാനൊക്കെ ആയിട്ട് നിരവധി ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പം അവരുടെ ആ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയുള്ള വസ്തുക്കൾ തന്നെ അവിടെ വേണം. അപ്പൊ അതിനെ മാറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് അതിലും ഇത്തരത്തിലുള്ള മതവർഗീയത എന്തിനു കൊണ്ടുവരുന്നത് എന്നുള്ളത് കൺസെപ്റ്റ്. അതായത് ഈ പശുവിന് കൊടുക്കുന്നതിന്റെ പകുതി റെസ്പെക്ട് മനുഷ്യന് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ചാണകം എന്താ പറയാ, ചാണകം കലക്കിയ വെള്ളം കുടിക്കണം എന്ന് പറയുന്ന ഗോമൂത്രം കുടിക്കണം എന്ന് പറയുന്ന മനുഷ്യന്മാർ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോ തന്നെ അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഒരു ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശുദ്ധിയായിരിക്കും എന്നുള്ള രീതിയാണ് ശബരിമലയ്ക്ക്. എന്താ വെച്ചാ പക്ഷെ മലയാളികൾ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാല് അവർക്കത് കുടിക്കാനുള്ള ഒരു ഇതില്ല. ബുദ്ധിമുട്ടുണ്ട്. എത്ര പറഞ്ഞാലും എത്രയൊക്കെ ഭയങ്കര പരിശുദ്ധമായിട്ടുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞാലും പക്ഷെ അത് അവരാരും കുടിക്കില്ല. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴും അത് മെഡിസിൻ ആണ് എന്ന് പറയുന്ന പലരും ഉണ്ട്. യഥാർത്ഥത്തിൽ അതിന് സയന്റിഫിക് ആയിട്ടുള്ള യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോഴും ആളുകൾ എന്തുകൊണ്ടായിരിക്കും തെറ്റിദ്ധരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ പട്ടിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവങ്ങൾക്ക് ആര് തന്നാലും എന്താ പ്രശ്നം, ആര് നെയ്താലും എന്താ പ്രശ്നം, മനസ്സ് നന്നായാൽ മാത്രം മതി. കാരണം കൊടും ക്രിമിനലുകൾ വന്ന് അവിടെ കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുന്നുണ്ട്. അത് ദൈവം സ്വീകരിക്കുമെങ്കിൽ പാവപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് കൊടുത്താലും അത് ദൈവം സ്വീകരിക്കും. മനുഷ്യന്മാർക്കാണ് ഇത് സ്വീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് അതിലൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. ഈ ഒരു നമ്മുടെ ഇപ്പൊ ശിവഭഗവാൻ തന്നെ രുദ്രാക്ഷ മാലകള് ചെയ്യുന്നതും ഇപ്പൊ ഈ മുസ്ലിം വിഭാഗം ആളുകളാണ് എന്നുള്ളത്. പക്ഷെ നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു മതത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോ അല്ലെ, നമുക്ക് അതൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു വിഭാഗം, ഇപ്പൊ നമ്മൾ ഹോളിയുടെ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗം ഇതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നു. അവര് വീണ്ടും ഇതിനകത്ത് വീണ്ടും മതവർഗീയത കുത്തിക്കയറ്റുകയാണ്. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാൻ ഇനിയും മലയാളികളല്ല
ഇന്ത്യക്കാരടക്കമുള്ളവർ പഠിക്കണം. നമ്മളെ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് ഇനിയും പഠിച്ചില്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കും.